അനു സിനുപാലാണ് ഇത്തവണത്തെ റൂമിയുടെ സോൾസേസിലെ അതിഥി. കവി, നോവലിസ്റ്റ്, യാത്രികൻ, പത്രപ്രവർത്തകൻ എന്നീ മേഖലകളിൽ വ്യക്തമായ കയ്യൊപ്പുകൾ ചാർത്തിയ ഒരാൾ. അനു വാര്യർ എന്ന പേരിൽ നിന്ന് ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമായി പരിണമിക്കുന്നതിൽ പ്രതിഷേധിച്ച് വാര്യർ എന്ന വാല് മുറിച്ചു കളഞ്ഞയാൾ. പിടിമുറുക്കുന്ന രോഗത്തിനോടും ഹൈന്ദവവൽക്കരണത്തെയും ഒരേപോലെ നിരന്തരം എതിരിട്ട് ജീവിക്കുന്ന ഒരാൾ. ദുബായിലെ ഖലീജ് ടൈംസിൽ ജേർണലിസ്റ്റായി ഉപജീവനം. കടുത്ത രോഗം വേട്ടയാടുമ്പോഴും ഏറെ തെളിച്ചത്തോടെ എഴുത്തും യാത്രയും ജീവിതവും പങ്കുവെക്കുന്നു ഇവിടെ റൂമി. അനു സിനുപാലിന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് പുറകിലേക്ക് പോയി നോക്കുമ്പോൾ തീരെ കുഞ്ഞില് ഞങ്ങൾ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു അമ്പലവാസി കുടുംബത്തിലാണ് ഞാൻ ചേച്ചിമാരും ജനിച്ചു വളർന്ന. കുറേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സാധാരണ മിഡിൽ ക്ലാസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ. അമ്മ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, അല്ലാതെ പുറത്ത് ജോലികളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായതെന്ന് വെച്ചാൽ അച്ഛൻ അധികം വായിക്കുകയൊന്നുമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ അവിടുത്തെ ഒരു ലൈബ്രറിയിൽ ഒരു പാറ്റേൺ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ പുസ്തകം എടുത്തുകൊണ്ട് വരും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയ്യനത്തിൻ്റെ പുസ്തകം വായിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അന്ന്. കാരണം അച്ഛനിത് അയ്യനത്തിൻ്റെ പുസ്തകം എന്താണെന്നോ അല്ലെങ്കിൽ മുകുന്ദൻ്റെ പുസ്തകം എന്താണെന്നോ എന്നുള്ള വേർതിരിവുകൾ അച്ഛനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും, വായിക്കും. ആ ഒരവസ്ഥയിൽ ഞങ്ങളിങ്ങനെ പിന്നെ പഠിക്കാൻ അന്നത്തെ അവസ്ഥയിൽ വെച്ച് നോക്കിയാൽ നല്ലപോലെ പഠിക്കുന്ന 3 മക്കൾ എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു 9ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ചേച്ചി അത്യാവശ്യം എഴുത്ത് തുടങ്ങി, കവിതകൾ എഴുതാൻ തുടങ്ങി. ഒരു വർഷമൊക്കെ ഞാൻ സഹിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുശുമ്പ് സഹിക്കാൻ വയ്യാതെ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ ചെറിയ അന്ന് ഈ ലെറ്റർ മാഗസിനുകളുടെയൊക്കെ ഒരു നല്ല കാലമായിരുന്നു. അന്ന് അവിടെ 20ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ലെറ്റർ മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 കവിതയൊക്കെ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഈ ചെറിയ ലോക്കൽ കവിയരങ്ങുകളിലൊക്കെ പോയി പങ്കെടുത്തു. അങ്ങനെ പിന്നെ ഒരു പ്രീ ഡിഗ്രി സമയമൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറി തുടങ്ങി. എഴുത്തിനോട് കുറച്ചുകൂടെ സീരിയസ്. അതിനിടയ്ക്ക് വന്നൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സീരിയസ് ആയ റീഡിങ്ങും. ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുന്ന സമയത്ത് ചേച്ചി കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ നിന്നുള്ള മെമ്പർഷിപ്പ് എടുത്തു, വലിയ ചേച്ചി. അപ്പോൾ അവിടുന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. പുസ്തകങ്ങൾ ഞങ്ങൾ 3 പേരും കൂടി വായിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു വായനയ്ക്കൊരു ദിശ വന്നു തുടങ്ങി. ഇപ്പോൾ അന്ന് സി രാധാകൃഷ്ണൻ, OV വിജയനെയൊക്കെ വായിക്കാൻ, ആനന്ദിനെയൊക്കെ വായിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് മാറുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പൊളിറ്റിക്സ് വന്നു. പിന്നെ ഇതിൽ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂവിൽ ഭയങ്കരമായ ഒരു മാറ്റം വരുത്തിയത് ബാലവേദികളുണ്ടായിരുന്നു. ശാസ്ത്രാഭിവൃദ്ധി വർഷത്തിൻ്റെ ബാലവേദികളിൽ പോയി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അത്രയും കാലം ഈ അമ്പലത്തിൽ പോയി ഈ അതിനുള്ളിലിരിക്കുന്നത് എല്ലാം സത്യമാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയുന്നൊരു സാധനം ദോഷം കിട്ടും. ഞങ്ങളുടെ കുഞ്ഞിലത്തെ ഏറ്റവും ഉപയോഗിച്ചിരുന്ന വാക്കാണ് അത് ചെയ്യരുത്, ദോഷം കിട്ടും. അപ്പോൾ ഈ ദോഷം കിട്ടുക എന്നുള്ള സാധനം പൊളിയാണെന്ന് മനസ്സിലാവുന്നതും അതിനെ നമ്മൾ വേറൊരു ആംഗിളിലൂടെ കാണുന്നതും ഈ ബാലവേദി, ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബാലവേദിയിൽ പോയി തുടങ്ങിയതാണ്. അപ്പോൾ ആ ബാലവേദികളിൽ നിന്ന് നമുക്ക് അങ്ങനൊരു വ്യൂ കിട്ടി തുടങ്ങി. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയവും വായനയും ശരിക്കും ആ സാഹചര്യത്തിൽ തന്നെ മാറുന്നുണ്ട്. അച്ഛൻ്റെ നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ കുഞ്ഞിലെയൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനും അങ്ങനെ സ്ലിപ്പ് എഴുതാൻ പോക്ക്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ പങ്കാളിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ SFIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. പക്ഷെ അപ്പോഴും
ഒരു വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് ഈ അന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ഒരു മാസശമ്പളക്കാരൻ്റെ മക്കൾ പോകേണ്ട കൃത്യമായ വഴികളെന്ന് പറയുന്നതിൽ നിന്ന് വഴി തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ വിലക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ അഡ്വാൻറ്റേജാണ്. കാരണം ഇപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്താണ് ചേച്ചി ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നു. സ്ത്രീ പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അവർ പുത്രകാമേഷ്ടി യാഗത്തിനെതിരെയുള്ള പ്രതിഷേധം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു, നാടക ക്യാമ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലൊക്കെ അവർ പങ്കെടുക്കുന്നവരാണെങ്കിലും ഇതിലൊക്കെ ശരിക്കും ഞാൻ ഇൻവോൾവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ ലോകത്തെ കാണുന്ന രീതിയും എല്ലാം മാറിത്തുടങ്ങി, ഭയങ്കരമായിട്ട് മാറിത്തുടങ്ങി. പിന്നെ അതിൽ വലിയൊരു പങ്ക് വീട്ടിൽ അമ്മ ഭയങ്കരമായിട്ട് വഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ നാട്ടുപുറമായിരുന്നു. അപ്പോൾ ഈ നാട്ടുപുറത്ത് ആണുങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം, പെണ്ണുങ്ങൾ കൃത്യമായി വീട്ടിലെ ജോലി നോക്കുക, അങ്ങനൊരു കസ്റ്റമറി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ വരുമ്പോഴേക്ക് അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നോട് പറയും അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ കഴുകി വയ്ക്കണം. ഇക്കാര്യം തമാശ എന്ന് വെച്ചാൽ ഇക്കാര്യമായിട്ട് അടുത്ത വീട്ടിൽ എൻ്റെ കൂട്ടുകാരോട് പറയുമ്പോഴത്തേക്ക് ഞാൻ കളിയാക്കപ്പെടും. അതുപോലെ രാവിലെ മുറ്റമടിക്കാൻ ഞാൻ മുറ്റമടിക്കാൻ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വണ്ടി ഓഫീസുണ്ട്. അപ്പോൾ വണ്ടി ഓഫീസിലേക്ക് പോകുന്ന സ്ത്രീകളെല്ലാം അയ്യോ മോനാണോ ഇന്ന് മുറ്റമടിക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അയ്യോ അവരങ്ങനെ ചോദിക്കും, ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മെല്ലെ ഞാനതിനെ ഓവർകം ചെയ്തു. അത് ആ ചോദ്യമാണ് തെറ്റ്, അമ്മയുടെ ഇൻസ്ട്രക്ഷൻ ശരിയാണെന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് മെല്ലെ വരുന്നു. ഇതെല്ലാം ഒരു നമ്മുടെ പൊളിറ്റിക്സ്, നമ്മുടെ വായനയോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത കുറേ ബേസിക് ഫാക്ടേഴ്സ്, നമ്മളാക്കുന്ന കുറേ ബേസിക് ഫാക്ടേഴ്സിൻ്റെ ആദ്യം ഇതൊക്കെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് നന്നായി രാഷ്ട്രീയം കളിച്ചു. അപ്പോൾ മാർക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഡിഗ്രിക്ക് പോകണം എന്നൊരാലോചന. അപ്പോൾ ഞാൻ ഇല്ല, ഡിഗ്രിക്ക് പോകുന്നില്ല. അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു മറൈൻ റേഡിയോ ഓഫീസേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് പോയി. അപ്പോൾ അതിന് പോകുമ്പോൾ ആക്ച്വലി വിചാരിക്കുന്ന തിരുവനന്തപുരത്ത് പോയി, ചേച്ചി ലോ കോളേജിലുണ്ട്, അപ്പോൾ ചേച്ചിയുടെ കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും കയറാറില്ല. സിനിമ കാണുക അല്ലെങ്കിൽ കറങ്ങി നടക്കുക, അങ്ങനെയുള്ള എല്ലാ ഇതുണ്ടായിരുന്നു. എന്തായാലും മറൈൻ റേഡിയോ ഓഫീസേഴ്സ് കോഴ്സ് ഒരു 1.5 വർഷം തിരുവനന്തപുരത്തും 6 മാസം എറണാകുളത്തും നിന്നു പഠിച്ചല്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബുദ്ധിപരമായിട്ട് എനിക്ക് തോന്നി ഇത് ശരിയാവുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ബികോമിന് കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജോലി ഇപ്പോൾ മറൈൻ റേഡിയോ ഓഫീസേഴ്സ് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജോലിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ 18 തികയുന്നതിന് മുമ്പ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. അത് തൃശ്ശൂർ ഒരു നാഷണൽ പാനസോണിക്കിൻ്റെ സെയിൽസ്. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നൊരു അഡ്വാൻറ്റേജ്, നന്നായി വായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പോൾ താമസിച്ചിരുന്നത് ജ്യോതി നാരായണൻ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫെമിനിസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ജ്യോതി ചേച്ചിയുടെ കൂടെയായിരുന്നു. CR നീലകണ്ഠൻ്റെ സിസ്റ്റർ. അപ്പോൾ അവിടെ പുസ്തകങ്ങളുടെയും ഒക്കെ ഭയങ്കര നല്ലൊരു റിച്ച്നെസ് ഉണ്ട്. അവിടുത്തെ അറ്റ്മോസ്ഫിയറിലൊരു റിച്ച്നെസ് ഉണ്ട്. നമ്മൾ ജെൻഡർ വീട്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജെൻഡർ സ്റ്റേജിലേക്ക് ജെൻഡറിനെ മനസ്സിലാക്കി നമ്മൾ മിങ്കിൾ ചെയ്യുക എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തുന്നത് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകൾ വരുന്നു, ആരാണ്, അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്തൊരു ജെൻഡർ വ്യത്യാസമില്ലാത്തൊരു ജീവിതം കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ അവിടെ ഒരു 6 മാസം താമസിച്ചു. പിന്നെ കുറച്ച് ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് താമസിച്ചപ്പോഴേക്കും എനിക്ക് അതിലും പൊളിറ്റിക്കൽ വ്യൂവിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ സമയത്തൊക്കെ എഴുത്ത് കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കുറിക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കവിത എന്നുള്ള പേരിൽ അന്ന് എഴുതിയൊന്നും ഇപ്പോൾ എനിക്ക് വായിക്കാൻ പോലും തോന്നാത്ത സാധനമാണ്. അപ്പോൾ പക്ഷേ എന്നാലും നമ്മുടെ ഒരു സർക്കിൾ അങ്ങനെ ചെയ്യുന്നവർ അധികമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു ഒരു പ്രയോറിറ്റി ആളുകളുടെ ഇടയിൽ കിട്ടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ സെയിൽസിലൊക്കെ വർക്ക് ചെയ്തു.
അപ്പോൾ എനിക്ക് അതും മടുത്തു. ഇതൊക്കെ ഒരു 17-18 വയസ്സ് കാലത്തിൽ സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ ബികോമിൻ്റെ ക്ലാസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ക്ലാസ്സിന് പോയി തുടങ്ങി. പക്ഷേ അതൊരു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു ഏതാണ്ട് ശരിക്ക് 18 വയസ്സ് കഴിയുന്ന സമയത്താണ് ഞാൻ സൗഹൃദങ്ങളെ ഈ ഒരു തൃശ്ശൂർ ആ ജോലിയുടെ സമയത്ത് സൗഹൃദങ്ങളെ കുറച്ച് നന്നായി വികസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനെയൊക്കെ കുറേ വികസിപ്പിക്കാൻ പറ്റി. പിന്നെ കുറേ കൂടെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കുള്ള വായനയിലേക്ക് വന്നു. കാര്യം ആൾക്കൂട്ടം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആൾക്കൂട്ടം വായിക്കുന്ന അവസ്ഥയല്ല എനിക്ക് ഈ 18-20 വയസ്സുള്ളപ്പോൾ ആൾക്കൂട്ടം വായിക്കാൻ കിട്ടുന്നത്. അതൊരു നമ്മുടെ വായനയിലും നമ്മൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാകുന്ന വലിയ വ്യത്യാസമുണ്ട്. ഒരു 4 വർഷം കൊണ്ട് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഒരു പക്ഷേ ആൾക്കൂട്ടം വായിച്ചാൽ എനിക്ക് അതുപോലും ആവില്ല, ഭയങ്കരമായ വ്യത്യാസത്തിലായിരിക്കും ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വടക്കേ ഇന്ത്യയെ കാണുന്നത്. വടക്കേ ഇന്ത്യയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ പുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ വായനയുടെ രീതി വായിച്ചതിന് മനസ്സിലാക്കുന്ന രീതി ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിന്ന് എന്നെ ഭയങ്കരമായ വ്യത്യാസം വരുത്തി. ഞാൻ ഈ ജോലി കളഞ്ഞ് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഒരു ആക്ടിവിറ്റി എന്നുള്ള തോതിൽ ഞങ്ങൾ മുമ്പും ചെയ്തുകൊണ്ടിരുന്ന ഈ ചെറിയ നാടകങ്ങൾ എടുത്തിട്ട് ക്ലബ്ബുകളുടെയും ഉത്സവപ്പറമ്പുകളിലുമൊക്കെ വെറുതെ പോയി അവതരിപ്പിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അത് ഞാനും ചേച്ചിമാരും ചേർന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം. ഞാനും ചേച്ചിമാരും 3-4 ഫ്രണ്ട്സും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ചെറിയൊരു കാവുണ്ട്. അവിടെ ആദ്യമായി ഉത്സവം അവർ നടത്തി. അപ്പോൾ ഞങ്ങളൊരു നാടകം അവതരിപ്പിച്ചു. അടുത്ത വർഷം ഉത്സവത്തിന് ഞങ്ങളിങ്ങനെ നാടകമൊക്കെ തയ്യാറായി. അന്ന് മൃത്യോപനിഷത്ത് പി സുബയ്യ പിള്ളയുടെ മൃത്യോപനിഷത്താണെന്ന് ആദ്യം അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ വർഷം നാടകം ഞങ്ങളിങ്ങനെ തയ്യാറാക്കി എടുത്ത് വന്നപ്പോഴേക്ക് അവർ ഉത്സവം നടത്തുന്നില്ല. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നാടകം അവതരിപ്പിക്കാനുള്ള സ്റ്റേജില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉത്സവം നടത്താമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതായിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഉത്സവം നടത്തൽ എന്നുള്ളതിൻ്റെ ഒരു സ്പിരിറ്റ് ശരിക്കും അപ്പോഴും മനസ്സിലായത്. നമ്മൾ ദൈവമായിട്ട് ബന്ധമുള്ളത് അല്ല ഉത്സവം നടത്തൽ എന്നുള്ളതെന്ന് മനസ്സിലായി. കാരണം അതിൻ്റെ ഒരു സ്പിരിറ്റ്. പക്ഷേ ആ വർഷം ഞങ്ങൾ നാടകം ചെയ്തില്ല, ഉത്സവം നടത്തിയ ഞങ്ങളായിരുന്നു. വളരെ നന്നായിപ്പോയി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നാട്ടിൽ അത്യാവശ്യം ഇറങ്ങി നടക്കലും DYFI പരിപാടിയും ഒക്കെ കുറേശ്ശെ തുടങ്ങി. ഇത് കുറച്ച് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. കാര്യം പഠിക്കുന്ന BCom ആണ് പഠിക്കുന്നത്, ഫൈനൽ ഇയർ ആണ്, ഒരു സാധനം തൊടുന്നില്ല എന്നുള്ള അവസ്ഥ. ക്ലാസ്സിന് പോയി ഞാൻ ഒരു സെക്കൻഡ് ഇയർ കുറച്ച് നാൾ പോയി അവസാനിപ്പിച്ചായിരുന്നു. അപ്പോഴേക്ക് വീട്ടുകാർക്ക് ഇത് ശരിയല്ല എന്നൊരു തോന്നുന്നു. അന്ന് എൻ്റെ മൂത്ത ചേച്ചി ഇവിടെ കൽക്കട്ടയിലാണ്, അമ്മാവനുമുണ്ട് കൽക്കട്ടയിൽ. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, അമ്മാവൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അമ്മാവൻ തന്നെ ഒരു ജീവിതമാണ്. വളരെ വ്യത്യസ്തമായിട്ട് ജീവിച്ച, വ്യത്യസ്തമായി മരിക്കുകയും ചെയ്ത ഒരാളാണ്. അമ്മാവൻ മരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇങ്ങനെ ഒരു മേശപ്പുറത്ത് അരികിലൊരു പകുതി കുടിച്ചു തീർത്ത ഒരു നാടൻ ചാരായത്തിൻ്റെ കുപ്പിയും ഒരു ടച്ചിങ്സ് ആയിട്ടുണ്ടായ സോയാബീൻ്റെ കറിയുടെ ഒരു പാത്രവും കയ്യിൽ സിഗരറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കൽക്കട്ടയിലെ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് മരിച്ച ആളാണ്. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പോലും. അപ്പോൾ അമ്മാവൻ്റെ മൊത്തം ജീവിതം അങ്ങനെയായിരുന്നു. ആ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ചെറിയ കുറച്ച് വളരെ ലിമിറ്റഡ് സൗഹൃദങ്ങളുള്ള, അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള, നന്നായി വായിക്കുകയും പാട്ട് കേൾക്കുകയും ചെയ്യുന്ന, ഞാൻ ശരിക്കും ഹിന്ദി ഗസൽ പാട്ടുകളിലേക്ക് തിരിയുന്നത് അമ്മാവനിലൂടെയാണ് കേൾക്കാൻ തുടങ്ങുന്നത്. പഴയ ഹിന്ദി പാട്ടുകളും ഗസലുകളും കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ അമ്മാവൻ അമ്മയോട് പറയുന്നു, എന്നാൽ ചേച്ചി അവനെ ഇങ്ങോട്ട് വിട്ടു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ 95, അതായത് 19ാമത്തെ വയസ്സ്, 19 വയസ്സ് തികയുന്നതിന് മുന്നേ 95 മെയ്യിൽ ഞാൻ അമ്മാവൻ്റെ ഒരു സുഹൃത്തായിരുന്നൊരു പട്ടാളക്കാരൻ, രാധാകൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരൻ്റെ കൂടെ കൽക്കട്ടയ്ക്കുള്ള ട്രെയിനിൽ കയറുന്നു. അത് ശരിക്ക് ജീവിതത്തെ എൻറ്റയർലി മാറ്റിമറിച്ച
ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. ഞാൻ അങ്ങനെ കൽക്കട്ടയിലേക്ക് ചെല്ലുന്നു. അവിടെ അമ്മാവൻ വളരെ ഫ്രീ ആയി ജീവിക്കുന്ന ആളാണ്. അവിടെ ചെന്ന് ഞാൻ അന്ന് അത്യാവശ്യം എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ വളരെ ഫ്രീ ആയിരുന്നു. അവിടെ പുരോഗമന കലാസാഹിത്യത്തിനും വളരെ ആക്റ്റീവായിരുന്നു അന്ന്. മലയാളികളുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ കവിതകൾ വായിക്കും, അതിൽ അല്ലെങ്കിൽ കഥകൾ വായിക്കും, അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന. പിന്നെ അവർ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കും. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അമ്മാവൻ്റെ കൂടെ അമ്മാവൻ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം അന്ന് എക്സ്പേർട്ടായിരുന്നു. അപ്പോൾ അമ്മാവൻ സെക്രട്ടറി പണിയായിട്ട് ടൈപ്പ് റൈറ്ററിൽ തുടങ്ങി കമ്പ്യൂട്ടറിലേക്ക് പുരോഗമിച്ച ആളാണ്. സോ അതുകൊണ്ട് തന്നെ അമ്മാവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നാച്ചുറലി എന്നെ അവിടെ ഓഫീസിൽ, അമ്മാവൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നുള്ള ഒരു തരത്തിലേക്ക് ജോലിക്ക് കയറുന്നു. പക്ഷേ നമ്മുടെ ബേസിക്കലി നമ്മുടെ ജോലിയും നമ്മുടെ മനസ്സും അതല്ല. പക്ഷേ ഒരു ഓഫീസിൽ പോകുക എന്നുള്ളൊരു, അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഓഫീസിൽ പോകണമല്ലോ, എന്തെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ. നമുക്ക് തൊഴിൽ സെയിൽസിൽ ഞാൻ കുറച്ച് ശ്രമം നടത്തി പരാജയപ്പെട്ട് തിരിച്ചു പോയി. പിന്നെ എനിക്കൊരു പണി കിട്ടാൻ സാധ്യതയുള്ളത് ഓഫീസാണ്. അപ്പോൾ ഓഫീസിൽ എൻ്റെ വിദ്യാഭ്യാസം വെച്ചിട്ട് ഓക്കെ, ഞാൻ ബികോ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് എങ്ങാനും പോകാമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു ധാരണയിൽ മെല്ലെ അമ്മാവൻ്റെ കൂടെ ചേർന്നു. പക്ഷെ അതും എനിക്ക് പെട്ടെന്ന് മടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ടൈഫോയിഡ് വന്നു. അപ്പോഴേക്കും ഇനി നാട്ടിലെ കൂട്ടുകാരെ മിസ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഞാൻ ഒരു വട്ടത്തിന് നാട്ടിൽ പോയി തിരിച്ചു വന്നു. വീണ്ടും കൽക്കട്ടയിൽ, ആ സമയത്ത് കൽക്കട്ടയിൽ ഒരു പ്രണയം തുടങ്ങി, സൗഹൃദം തുടങ്ങി. അത് പിന്നെ പ്രണയമായിട്ട് വന്നു. എന്തായാലും അങ്ങനെ കൽക്കട്ടയെ ഒന്ന് മനസ്സിൽ പിടിച്ചു തുടങ്ങി ആ സമയം നല്ല. പിന്നെ കൽക്കട്ടയിലെ വൈകുന്നേരങ്ങൾ വളരെ രസമുള്ളൊരു സമയമായിരുന്നു അന്ന്. ഇപ്പം അത്രയ്ക്കില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് കൽക്കട്ടയിലെ വൈകുന്നേരം എന്ന് വെച്ചാൽ വൈകുന്നേരം രവീന്ദ്ര സാറിൻ്റെ അടുത്ത് പോയിരുന്ന എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഉണ്ടാവും. നന്ദനിൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ രവീന്ദ്ര സാറിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടാവും. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒന്നുമില്ലാതെ നമുക്ക് കൂടിയിരിക്കാൻ പറ്റുന്ന, ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും. ചട്ടിയിൽ ചായ കുടിച്ച് വെറുതെ ഒരു പരിചയമില്ലാത്ത ആളുകളെ കണ്ടും ഇല്ലെങ്കിൽ ചിരിച്ച് പരിചയപ്പെട്ട് ഒക്കെ ഇരിക്കുന്ന വേറൊരു രസകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു അന്ന്. അത് നഗരത്തിൽ കൽക്കട്ടയുടെ ഒരു ഗുണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ അത്യാവശ്യം ഡൽഹിയിലും ഇൻഡോറിലും ജീവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൽക്കട്ടയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കൽക്കട്ട എത്ര സാധാരണക്കാരൻ അന്ന്, ഇപ്പോഴത്തെ എനിക്കറിയില്ല, ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരമായിരുന്നു. അന്ന് 50 പൈസയോ 1 രൂപ ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റും, പട്ടിണി കിടക്കില്ല ആളുകൾ. ആ ഒരു അവസ്ഥ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. കഴിക്കാൻ കിട്ടുന്ന ചിലപ്പം മൂടിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു അവസ്ഥ കൽക്കട്ടയിലുണ്ട്. അത് പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആ നഗരത്തിനെ പൊതുവെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം, വലിയ യാത്രാക്കൂലി ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഭയങ്കര വ്യത്യസ്തപ്പെടുത്തുന്ന, നമ്മളെ ഫോം ചെയ്യുന്നതിൽ തന്നെ വ്യത്യാസപ്പെടുത്തുന്ന കുറേ ഘടകങ്ങൾ അവിടെ ഉണ്ട്. നമുക്കിപ്പോഴും അന്നത്തെ നമുക്ക് പോലും 6 പേരൊരു ഓട്ടോയിൽ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുമായിരുന്നു. അവിടെ ഓട്ടോ ഈ പിരിവിട്ട് യാത്ര ചെയ്യുന്ന ഓട്ടോ 6 പേരില്ലെങ്കിൽ അവരെടുക്കില്ല, അങ്ങനത്തെ യാത്രയാണ്. അപ്പോൾ ആ യാത്രകൾ മനുഷ്യൻ വലിക്കുന്ന റിക്ഷ, ഇതൊക്കെ നമുക്ക് പുതുമകളാണ്, നമ്മൾ കണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സൈക്കിൾ റിക്ഷയും മനുഷ്യൻ വലിക്കുന്ന റിക്ഷയൊക്കെ. പിന്നെ അവിടുത്തെ ശരിക്കും കൽക്കട്ട തന്നെ നമുക്കൊരു 1 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ. അവിടുന്ന് എന്തായാലും അന്ന് അവിടെ പുക്കാസയുടെ ഒരു ലൈബ്രറി ഉണ്ട്, അതിന് അത്യാവശ്യം ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുസ്തകങ്ങൾ വായന വീണ്ടും വലുതായി. കുറേ പുതിയ സാധനങ്ങൾ വായിച്ചു. ഇത് കഴിഞ്ഞ് ഒരു 10 മാസമൊക്കെ ആയപ്പോൾ തിരിച്ചു വരാനുള്ള ബികോം എക്സാമിൻ്റെ സമയമായി. ബികോം എക്സാമിൻ്റെ സമയമായപ്പോൾ എന്തായാലും തിരിച്ചു പോകണം, എക്സാം എഴുതണമല്ലോ. അതിനിടയ്ക്ക് വേറെ കുടുംബത്തിൽ ഒരു കസിൻ ചേട്ടായിക്ക് കല്യാണം കഴിക്കാൻ, ചേട്ടായി ഒരു
മറ്റു മതത്തിലെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കല്യാണം കഴിക്കണം ചേട്ടായിക്ക്. രണ്ടുപേരുടെയും വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ അവരെ ചേട്ടായി കൽക്കട്ടയിൽ വന്നു ഇതിനു വേണ്ടി തന്നെ. അപ്പോൾ ചേട്ടായിക്ക് വേണ്ടിയിട്ട് ഇവരെ നാട്ടിൽ നിന്ന് കടത്തി കൽക്കട്ടയിൽ എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ട് മാർച്ചിലെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഫെബ്രുവരിയിലെ നാട്ടിൽ വന്നിട്ട് ചേട്ടത്തിയെ വൈക്കത്താണ് അവരുടെ വീട്, അവരെ അവിടുന്ന് കടത്തി കൽക്കട്ടയിൽ എത്തിക്കുന്ന ഒരു ജോലി ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം എഴുതി നിൽക്കുമ്പോഴാണ് വളരെ ഒരു വലിയൊരു ഓപ്പണിങ് കിട്ടുന്നത്. GR ഇന്ദുഭവൻ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ്, എൻ്റെ ഒരു പഴയ സുഹൃത്തുമാണ്, എൻ്റെ ഒരു വർഷം സീനിയർ, ചേച്ചിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു. അപ്പോൾ ഇന്ദുഭവൻ അന്ന് മലയാളമണ്ണ് എന്ന് പറയുന്ന MV രാഘവൻ്റെ പത്രത്തിൽ ജോലി ചെയ്യുകയാണ്. അച്ഛൻ അന്ന് കോൺഗ്രസ്സൊക്കെ വിട്ട് CMB സഹകരണ വകുപ്പ് CMBക്ക് ആയിരുന്നതുകൊണ്ട് അച്ഛൻ അന്ന് കോൺഗ്രസ്സൊക്കെ വിട്ട് CMBയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു താല്പര്യം ഈ വിഭാഗത്തിലാണെന്ന് അപ്പോഴത്തേക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛനിങ്ങനെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചു എന്തെങ്കിലും സാധ്യതയുണ്ടോ. അപ്പോൾ ഇന്ദുഭവനോട് സംസാരിക്കാൻ പറഞ്ഞു. ഇന്ദുഭവനെ അറിയാവുന്നതുകൊണ്ട് കുറേ കൂടെ എളുപ്പമായിരുന്നു. അങ്ങനെ ഇന്ദുവിനോട് സംസാരിച്ചിട്ട് ഇന്ദു പറഞ്ഞു ഓക്കെ ഡെസ്കിൽ വേക്കൻസി ഉണ്ട്, അപ്പോൾ എറണാകുളത്താണ്, അവിടെ പോയി ഒന്ന് ചെയ്യാം. ശരി. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് പോലൊരു കാര്യത്തിനുണ്ട്. ഇന്ദു ഞാനും കൂടി എറണാകുളത്ത് പോയി മലയാളം മണ്ണിൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ അവർ 1-2 കോപ്പി ട്രാൻസ്ലേഷൻ ചെയ്യാൻ തന്നു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്. അത് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരാഴ്ച ഇന്ദുഭവൻ്റെ കൂടെ നിന്ന് ഒരു ട്രെയിനിങ് പോലെ ചെയ്തിട്ട് ഡെസ്കിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഈ ഒരാഴ്ചക്കിടയിൽ സംഭവിച്ചത് ഇന്ദുഭവൻ മലയാള മനോരമയിലേക്ക് ജോലി കിട്ടി പോവുകയും ഞാൻ കൊല്ലത്ത് മലയാള മണ്ണിൻ്റെ റിപ്പോർട്ടറായി ചാർജ് എടുക്കുകയും ചെയ്തു. അങ്ങനെ 96 ഞാൻ ജേർണലിസ്റ്റിലേക്ക്, അതിനു മുമ്പ് കൽക്കട്ടയിലായിരുന്നപ്പോൾ മലയാള മണ്ണിന് വേണ്ടി 1-2 സംഭവങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി ഒഫീഷ്യലി ജേർണലിസ്റ്റായി വരുന്നത് 96 ജൂൺ 15-നാണ് ജോയിൻ ചെയ്യുന്നത്. ജൂൺ അവസാനം ഇന്ദുഭവൻ മനോരമയിലേക്ക് പോയി. ഞാനങ്ങനെ അവിടെ ചാർജ് എടുത്ത് ജോലി തുടങ്ങി. ഈ സമയത്ത് നമ്മളെ കൊല്ലത്തെ കുറേ പഴയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പഴയ പരിചയക്കാരെ സൗഹൃദങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. എൻ്റെ പ്രായത്തിൽ തന്നെയുള്ള അത്യാവശ്യം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരെ കൂട്ടുകിട്ടി. അതിലൂടെ ഇങ്ങനെ മെല്ലെ നമ്മളെ വീണ്ടും കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇതിനിടയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായനയിലേക്ക്, അത്രയും നാളെ ഇംഗ്ലീഷ് വായന കാര്യമായിട്ടൊന്നുമില്ല. അച്ഛൻ കുഞ്ഞിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വരുത്തിയിട്ട് രാത്രി അച്ഛനെ ഒരു 10 വാർത്തയുടെ സമ്മറി കേൾപ്പിക്കണം, വായിച്ച് സമ്മറി എഴുതി അച്ഛനെ മലയാളത്തിൽ സമ്മറി എഴുതി അച്ഛനെ കേൾപ്പിക്കണം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് അത്യാവശ്യം നാട്ടിലെ ഒരു സർക്കാർ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരു സാധാരണ കുട്ടിയിൽ നിന്ന് കുറച്ചും കൂടെയൊക്കെ ഇംഗ്ലീഷിനൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. വാക്കുകളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് ഈ കുറച്ച് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നൊക്കെ, അപ്പോൾ എനിക്ക് ലോ കോളേജിൽ കുറേ എൻ്റെ ചേച്ചിയുടെ ജൂനിയർ ബാച്ചിൽ കുറേ അടുത്ത സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഇവരുടെ ഹോസ്റ്റലിൽ പോയി താമസിക്കുകയും അവിടുന്ന് വെറുതെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് അതുകൊണ്ട് തന്നെ കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ നിന്നൊക്കെ അത് ശരിക്കും ഒരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക്. നമ്മൾ അത്രയും നാൾ വായിച്ചിരുന്നത് മലയാളത്തിൽ കേരളത്തിൻ്റെ പഴയ അവസ്ഥകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ പഴയ അവസ്ഥകളൊക്കെ ആയിരുന്നു. ഇന്ത്യക്കും പുറത്തുള്ള അവസ്ഥകളെക്കുറിച്ച് വായിക്കാൻ പറ്റുന്നതും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒന്ന് പുസ്തകത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ശ്രീലങ്കൻ പൊളിറ്റിക്സ്, ശ്രീലങ്കയിലെ തമിഴരുടെ ഇതൊക്കെ ഭയങ്കര ക്രൂരമായ അവസ്ഥകൾ, അവർ നേരിട്ട ക്രൂരമായ അവസ്ഥകളെല്ലാം ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, ശിവരാമൻ എന്നോ മറ്റോ ഒരു റൈറ്ററുടെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളിൽ നമ്മൾ പുതിയൊരു ലോകത്തെ കൂടെ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് കുറച്ച് ഒരു വർഷത്തിൽ കൂടുതൽ മലയാളം മണ്ണിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് മെല്ലെ അവിടുന്ന് ഞാൻ കൊല്ലത്ത് തന്നെ കേരള മൊഴിയുടെ ഒരു ഈവനിങ് ഉണ്ടായിരുന്നു, മെല്ലെ അതിലേക്ക് മാറി. അപ്പോൾ കൊല്ലത്ത് എനിക്ക് കുറേ ഒരു അത്യാവശ്യം ഒരു ഗ്രൂപ്പുകൾ കിട്ടിത്തുടങ്ങി. ഇതിൽ ഞങ്ങൾ
YMCAയിൽ ഒത്തുചേരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ SN ഓപ്പണിൽ അന്ന് അപ്പൻ സാറ് പഠിപ്പിക്കുന്നുണ്ട്, KP അപ്പൻ. എൻ്റെ ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം മലയാളം MAക്ക് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരുടെ കൂടെ ഇടയ്ക്ക് എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ ഞാൻ പോയി അപ്പൻ സാറിൻ്റെ ക്ലാസ്സിലിരിക്കും. ഞാൻ ഞങ്ങളുടെ SN ഓപ്പണിലെ സ്റ്റുഡൻ്റാണ് എന്നുള്ള തരത്തിൽ തന്നെ വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നല്ല തമാശയായിരുന്നു. അപ്പോൾ സാറിൻ്റെ പഠിപ്പ് ഭയങ്കര രസമാണ്. ഇങ്ങനെ വളരെ സാത്വികനായിട്ട് വന്നിട്ട് എന്തെങ്കിലും നമ്മളെ കുട്ടികളെ വഴക്ക് പറയുന്നത് പോലും ഒരു ഒച്ച കൂടാതെ വഴക്ക് പറയാൻ പറ്റുന്നൊരു പുള്ളിയുടെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. പരിഹസിക്കുന്നതിന് പോലും ഒരു സാത്വികതയുള്ള മനുഷ്യനായിരുന്നു അപ്പ സാർ. അപ്പോൾ അപ്പ സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കും. ഞങ്ങളങ്ങനെ ആ ഒരു ഗ്രൂപ്പ് അത്യാവശ്യം ആക്റ്റീവായിരിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ 8 പേര് ചേർന്ന് ആദ്യമായി ഒരു നോവൽ എഴുതാൻ തീരുമാനിക്കും. അപ്പോൾ ആ നോവൽ എഴുതാനുള്ളൊരു തീരുമാനവും ആ നോവലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞങ്ങൾ 8 പേര് കൂടിയിരിക്കുന്നു. രാവിലെ 2-3 പാക്കറ്റ് സിഗരറ്റും കുറേ ഒരു കെട്ട് പത്രവുമായിട്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകും. അഡ്വഞ്ചർ പാർക്കിൽ വെറുതെ കൂടിയിരുന്നിട്ട് ഒരാൾ ഒരു സെൻറ്റൻസ് പറയും, അത് എഴുതും, അടുത്തയാൾ അതിൻ്റെ ബാക്കി പറയും. അങ്ങനെ ഒരു അതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോലും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു തീമും എഴുത്തും രീതിയും ഒക്കെ ആയിരുന്നു അത്. അതിൽ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അതിൽ ഞങ്ങൾ തന്നെയായിരുന്നു കഥാപാത്രങ്ങൾ. അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ അറം പറ്റുന്നത് പോലെ പെട്ടെന്ന് സംഭവിച്ചു തുടങ്ങി. അതോടെ പിന്നെ ഞങ്ങളൊരു മാസത്തോളം എടുത്തു. പക്ഷേ അത് തീർന്നില്ല. ഒരു 10-18 ചാപ്റ്ററോളം എഴുതി. പിന്നെ അത് ഉപേക്ഷിച്ചു. ഈ സമയത്ത് ഞങ്ങളിത് എഴുതുന്നത് അന്ന് ആദ്യമായിട്ട് സമകാലിക മലയാളം ലോഞ്ച് ചെയ്തിട്ട് അവരൊരു നോവൽ അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. 25,000 രൂപയായിരുന്നു അന്നത്തെ അവാർഡ് തുക. അങ്ങനെയാണ് ഞങ്ങൾ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നി അത് വേറൊരു തീം. അപ്പം ഞാനൊരു പുസ്തകം എഴുതാമല്ലോ, എനിക്കിതിൻ്റെ കൂടെ എഴുതാമല്ലോ ഒരെണ്ണം. അങ്ങനെ ഞാനും ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി. അന്ന് എഴുതുന്ന രീതി എന്ന് വെച്ചാൽ ഞാനൊരു പേപ്പറിൽ മുൻകൂട്ടി റഫ് നോട്ടൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല. പേപ്പറിൽ എഴുതും, വെറുതെ എഴുതിയിട്ട് അതിനെ ഒരു ബുക്കിലേക്ക് പകർത്തി എഴുതും. ആ പകർത്തി എഴുതുമ്പോൾ ആകെ ഉണ്ടാകുന്ന എഡിറ്റിങ് ഈ പേപ്പറിൽ നിന്ന് ബുക്കിലേക്ക് എഴുതുമ്പോൾ ഉണ്ടാകുന്ന എഡിറ്റിങ് മാത്രമാണ്. അങ്ങനെ അത് എഴുതി. പക്ഷേ എനിക്ക് നോവൽ അവാർഡിൻ്റെ സമയത്തിന് മുന്നേ തീർക്കാൻ പറ്റിയില്ല. പക്ഷേ ആ നോവൽ ഞാൻ തീർത്തു. ആ നോവൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നിട്ട് എനിക്ക് നല്ല കയ്യക്ഷരത്തിൽ പകർത്തി എഴുതി തന്നു. ഈ പകർത്തി എഴുതി തന്ന നോവൽ ഇത് 97-98 സമയത്താണ്. ഈ പകർത്തി എഴുതിയ നോവൽ ഞാൻ മടക്കി എൻ്റെ അലമാരയ്ക്കുള്ളിൽ ഭദ്രമായി വെച്ചു. അതവിടെ ഇരുന്നു പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരെണ്ണം എഴുതാൻ തുടങ്ങി. ആദ്യത്തേത് ആത്മഹത്യയെക്കുറിച്ചായിരുന്നു. രണ്ടാമത്തേത് ഭ്രാന്തിനെക്കുറിച്ച്. ആദ്യത്തേതിൻ്റെ ബേസ് കൽക്കട്ടയായിരുന്നു. ഭ്രാന്തിനെക്കുറിച്ച് തൃശ്ശൂർ ഭ്രാന്താശുപത്രിയിലൊരു ഡോക്ടർ, ഞാൻ സെയിൽസിന് പോകുന്ന സമയത്ത് പരിചയപ്പെട്ടൊരു ഡോക്ടർ ഒരാളുണ്ടായിരുന്നു. അന്ന് തന്നെ ഇത്തിരി പ്രായമായ ഒരു കണ്ണൂരുകാരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഭയങ്കര രസമായിട്ട് സെയിൽസിന് പോയി പരിചയപ്പെട്ടതാണ്. പക്ഷെ അത് പുള്ളിയോട് സംസാരിക്കാൻ ഭയങ്കര രസം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ പോയി കണ്ട് സംസാരിക്കുകയും അവിടുത്തെ ആളുകളുടെ കുറച്ച് കഥകൾ പുള്ളി പറയുകയൊക്കെ ചെയ്തു. ഭയങ്കര ഇപ്പം നോക്കിയാൽ ടിപ്പിക്കലായി പോകുന്ന സാധനങ്ങളായിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള കുറേ മനുഷ്യരുടെ കഥകൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ എഴുതാൻ തുടങ്ങി കുറച്ച് നാൾ വന്നപ്പോൾ അത് പിന്നെ നിന്നുപോയി. എൻ്റെ മടി കൊണ്ടോ എന്തുകൊണ്ടോ അത് നിന്നു. പിന്നെ അതിന് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല.